അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത കേരള ക്രൈം ഫയൽ സീസൺ 2 KCF 2 OTT റിലീസ് ആയിരിക്കുകയാണ്. സീസൺ 1ൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ സീരീസിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ സീസൺ 2ൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സീരീസിൻ്റെ കഥയും തിരക്കഥയും തന്നെയാണ്. കിഷ്കിന്ധാകാന്ഡം സിനിമയുടെ റൈറ്റർ ബാഹുൽ രമേശാണ് KCF 2ൻ്റെ തിരക്കഥ. അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന ദുരൂഹതയുമാണ് വളരെ ഗ്രിപ്പിംഗ് ആയി പോകുന്ന ഈ സീരീസിന്റെ ഹൈലൈറ്റ്. നേരിട്ട് പറയാതെ തന്നെ ഓഡിയൻസിന് സ്വന്തം ലോജിക്ക് വെച്ച് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് കഥയിലെ പല സന്ദർഭങ്ങളും അൺഫോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ട്വിസ്റ്റുകൾ ഒന്നും തന്നെ ഈ സീരീസിലില്ല. ഇതിൽ ഓരോ വ്യക്തിയിലേക്കും ഒരു സംശയമോ ദുരൂഹതയോ നിറഞ്ഞ രീതിയിൽ കഥ പോകുന്നുണ്ടെങ്കിൽ ആ വഴികളിലെല്ലാം വ്യക്തമായ ഒരു റീസൺ കാണുന്നവർക്ക് മനസ്സിലാവും. അടുത്തതായി ഈ സീരീസിന്റെ ആകർഷണം കൃത്യമായ കാസ്റ്റിംഗ് തന്നെയാണ്. ആദ്യ സീരീസിൽ നമുക്കറിയാം അജു വർഗീസ്, ലാൽ എന്നിവർ ഒഴികെയുള്ള ഒട്ടുമിക്ക അഭിനേതാക്കളും പുതുമുഖങ്ങളായിരുന്നു. അതിൽ ലാൽ ഉണ്ടെങ്കിലും കുറച്ച് സീനുകൾ മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ത്രൂ ഔട്ട് അജു വർഗീസ് ആയിരുന്നു സീസൺ 1 കൊണ്ടുപോരുന്നത്. പക്ഷേ സീസൺ 2വിൽ കുറെ കൂടെ പരിചയമുള്ള ആർട്ടിസ്റ്റ് നിര തന്നെയുണ്ട്. കഥ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഇന്ദ്രൻസിന്റെ CPO അമ്പിളി രാജു എന്ന കഥാപാത്രവും ഹരിശ്രീ അശോക് അഭിനയിച്ച അയ്യപ്പൻ എന്ന കഥാപാത്രത്തിനൊപ്പമാണ്. രണ്ടുപേരും വേഷപ്പകർച്ച കൊണ്ടും പുതുമ കൊണ്ടും എന്താണോ കഥാപാത്രം ആവശ്യപ്പെട്ട് അത് വളരെ കൃത്യമായി തന്നെ അവർ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻസിനെ നമ്മൾ കുറച്ചായി വ്യത്യസ്തമായ വേഷങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഹരിശ്രീ അശോകന്റെ വേഷപ്പകർച്ചയും പെർഫോമൻസും വളരെയധികം ഫ്രഷ് ആയിട്ട് തോന്നി. ഈ സീരീസിലെ കേസ് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുവന്ന കഥാപാത്രം അർജുൻ രാധാകൃഷ്ണൻ അഭിനയിക്കുന്ന നോബിൾ എന്ന പോലീസ് ഓഫീസറാണ്. ഉള്ളൊടുക്ക് എന്ന സിനിമയിലെ രാജീവ് എന്ന കഥാപാത്രം ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട നടനാണ് അർജുൻ. ഉള്ളൊടുക്ക് കൂടാതെ നിരവധി സിനിമകളും സീരീസിലും അഭിനയിച്ച ആളാണ് അർജുൻ. ലോ ആൻഡ് ഓർഡറിലേക്ക് ആദ്യമായി ജോയിൻ ചെയ്ത നോബിളിന്റെ ആദ്യ ഇൻവെസ്റ്റിഗേഷനാണ് അമ്പിളി രാജു മിസ്സിംഗ് കേസ്. ഈ സീരീസിൽ അർജുൻ വളരെ ഫ്രഷ് ആയ ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. സാധാരണ സിനിമകളിൽ കാണുന്ന പോലീസ് കഥാപാത്രങ്ങളെ ഒരു ഓവർ മാനറിസങ്ങളോ ലൗഡായ ഡയലോഗുകളോ ഒന്നുമില്ലാതെ കാര്യങ്ങൾ പഠിച്ച് ഒബ്സർവ് ചെയ്ത് ചെയ്യുന്ന പതിയെ ഇവോൾവ് ആയി വരുന്ന ഒരു പോലീസ് ഓഫീസറായ കഥാപാത്രം അർജുൻ വളരെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സീരീസിലും CA ജോഷ് കുര്യനായി ലാലും SI മനോജായി അജു വർഗീസും എത്തുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഓഫീസേഴ്സ് എങ്ങനെ മച്ചുറായി കേസുകളെ കൈകാര്യം ചെയ്യുന്നു എന്നത് അവരുടെ പെർഫോമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവരെ കൂടാതെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത നിരവധി ആളുകളുണ്ട്. സ്പോയിലർ ആയതിനാൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സീരീസിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു വിഭാഗം അഭിനേതാക്കൾ അതിലെ നായകളാണ്. പല സീനുകളിലും നടീനടന്മാരെക്കാൾ കൂടുതൽ കഥ കൊണ്ടുപോകുന്ന നായകളാണ്. അത് വളരെ മനോഹരമായിട്ട് തന്നെ സീരീസിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് വന്നാൽ കഥയുടെ ഒഴുക്കിനൊപ്പം പോകുന്ന സിനിമാറ്റോഗ്രാഫി, ഒരു യുണീക്കായ കളർ സ്കീമാണ് സീസൺ 2വിലും ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എഡിറ്റിംഗ്, ഇത്രയും ലെയറുകളുള്ള കഥ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ നമ്മളിലേക്ക് എത്തുന്നത് അതിന്റെ എഡിറ്റിംഗ് മികവ് കൊണ്ട് തന്നെയാണ്. ബഹളങ്ങളില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെയധികം ബ്ലെൻഡായി പോകുന്ന എന്നാൽ സിറ്റുവേഷനുമായി മാച്ചായി പോകുന്ന രീതിയിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ കേരള ക്രൈം ഫയൽസ് 2 നല്ലൊരു തിരക്കഥയും സംവിധാനവും പെർഫോമൻസുകൾ കൊണ്ടും മികച്ചു നിൽക്കുന്ന വളരെ ഫാസ്റ്റ് അല്ലാത്ത എന്നാൽ തീരെ സ്ലോയുമല്ലാത്ത ഗ്രിപ്പിംഗ് ആയി അൺഫോൾഡ് ആകുന്ന ഒരു കഥയായാണ് അനുഭവപ്പെട്ടത്. ഇതിലെ അവസാന എപ്പിസോഡ് ഒഴികെയുള്ള മിക്ക എപ്പിസോഡുകളും 30 മിനിറ്റിനടുത്ത് നിൽക്കുന്നതിനാൽ ഒരു സിനിമ പോലെ ഇരുന്ന് ബിഞ്ച് വാച്ച് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു സീരീസാണ് KCF 2.